നമസ്കാരം, ഫണ്ട് 360യുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പി റേഷ്യോയിനെ, അതായത് പ്രൈസ് ഏർണിങ്സ് റേഷ്യോയിനെ മാത്രം അടിസ്ഥാനമാക്കി ഒരു കമ്പനിയെ നമുക്ക് വിലയിരുത്താമോ അല്ലെങ്കിൽ ഒരു കമ്പനിയെ നമുക്ക് സെലക്ട് ചെയ്യാമോ എന്നാണ്. ഇത് വളരെയധികം പ്രാധാന്യമേറി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലങ്ങളായി പെനി സ്റ്റോക്കുകളുടെ നിക്ഷേപവും മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ നിക്ഷേപവും വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇതുകൂടാതെ സ്ക്രീനർ സോഫ്റ്റ്വെയറുകളുടെ ലഭ്യതയും. അപ്പോൾ സ്ക്രീനർ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സ്ക്രീൻ ചെയ്യുന്നത് പലരും ലാസ്റ്റ് ട്രേഡർ പ്രൈസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് പ്രൈസ്, പിന്നെ ഉള്ള പാരാമീറ്റർ മാർക്കറ്റ് ക്യാപ്പ്, പിന്നെ പി റേഷ്യോ എന്നിവയെല്ലാം വെച്ച് സ്ക്രീൻ ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കുന്ന ഒരു ശീലമാണുള്ളത്. അപ്പോൾ അതിനകത്ത് പി ഒരു പ്രധാന നമ്പറായിട്ട് എടുത്തിട്ടാണ് പലരുടെയും നിക്ഷേപ തീരുമാനം അവർ എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് പ്രൈസ് ഏർണിങ്സ് എന്തുമാത്രം ഒരു കമ്പനിയുടെ നിലവാരത്തെയും അതിൻ്റെ ഭാവിയിലെ പെർഫോമൻസിനെയും ബാധിക്കാം, അഥവാ പ്രൈസ് ഏർണിങ്സ് മാത്രം നോക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പനി നല്ലതായിരിക്കുമോ ഇല്ലയോ എന്നാണ്. നമുക്കറിയുന്ന പോലെ പ്രൈസ് ഏർണിങ്സ് പി റേഷ്യോ എന്ന് പറയുന്നത് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ്, പ്രൈസ് ഓഫ് ദ കമ്പനി, ആ ഒരു സമയത്തെ വില ഒരു 10 രൂപ എന്നിരിക്കട്ടെ, 10 രൂപ ഡിവൈഡഡ് ബൈ EPS, ഏർണിങ്സ് പെർ ഷെയർ, അതാണ് പി റേഷ്യോ. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എങ്ങനെയാണ് കാണുന്നത്? ടാക്സിന് ശേഷമുള്ള ലാഭം അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ ലാഭം എന്തുമാത്രമുണ്ട് എന്ന് കാണും. ഈ കിട്ടുന്ന EPS നമ്മൾ എടുത്തിട്ട് പി റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ആ കമ്പനിയുടെ ട്രേഡഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പി റേഷ്യോ കിട്ടും. അപ്പോൾ ഇതിൻ്റെ EPS കൂടിയിരുന്നാൽ പി റേഷ്യോ കുറവായിരിക്കും. EPS കൂടണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ നമ്പർ ഓഫ് ഷെയർസ് കുറവായിരിക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കണം. പ്രോഫിറ്റ് ഭയങ്കരമായി കൂടിയിട്ടില്ലെങ്കിൽ പോലും നമ്പർ ഓഫ് ഷെയർസ് കുറവായിരുന്നാലും മതി, EPS കൂടും. അതുകൊണ്ട് തന്നെ പി റേഷ്യോ നമ്പർ ഓഫ് ഷെയർസിനെയും ആശ്രയിച്ചിരിക്കും. എങ്കിൽ പോലും വളരെ എളുപ്പം ഒരു കമ്പനിയുടെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ നല്ലതാണ് പി റേഷ്യോ. ആ ഒരു സത്യം നമുക്ക് മറക്കാൻ കഴിയില്ല. പിന്നെ പലപ്പോഴും നമ്മൾ പി റേഷ്യോ നോക്കുന്നത് പാസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ടാണ്. അതായത് ട്രെയിലിംഗ് ഏർണിങ്സ് വേണോ അല്ലെങ്കിൽ ഫോർവേഡ് ഏർണിങ്സ് വേണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഫോർവേഡ് ഏർണിങ്സ് പറയുന്നത് പലപ്പോഴും അനലിസ്റ്റിൻ്റെ എസ്റ്റിമേഷൻസ് ആണ്. അപ്പോൾ ഫോർവേഡ് ഏർണിങ്സ് വെച്ചിട്ടുള്ള ഒരു പി റേഷ്യോ പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല എന്നുള്ളതും ഒരു സത്യമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മൾ പി മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പി മാത്രം അടിസ്ഥാനമാക്കി നമ്മളൊരു നിക്ഷേപ തീരുമാനം എടുക്കുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വളരെയധികം വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകൾ, ഇവയുടെ പി പലപ്പോഴും കൂടുതലായിരിക്കും. അതിൻ്റെ അർത്ഥം ആ കമ്പനികൾ മോശമാണെന്നല്ല. ഉദാഹരണമായിട്ട് IRCTC ഭാവിയിലേക്കുള്ള വളർച്ചാ സാധ്യത വളരെ അധികമായി തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്, പ്രത്യേകിച്ച് കൊറോണ കാലത്തെ തിരിച്ചടികൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില വളരെയധികം മുകളിലേക്ക് പോയി. പി 250, 270, 300 ഒക്കെ എത്തിപ്പോയി. പക്ഷെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് IRCTCയിൽ നിക്ഷേപിക്കാതെ മാറി നിന്നവരുണ്ട്, ഇപ്പോഴും മാറി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ വളരെയധികം വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകൾ പലപ്പോഴും വലിയ PE രേഖപ്പെടുത്താറുണ്ട്. അതേസമയം തന്നെ ഭാവിയിലേക്ക് വളർച്ചാ സാധ്യതകൾ കാര്യമായി പ്രവചിക്കപ്പെടാത്ത കമ്പനികൾ വളരെ ചെറിയ PEയും രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ പി മാത്രം അടിസ്ഥാനമാക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല അനലിസ്റ്റുകളും അതേപോലെ തന്നെ വലിയ നിക്ഷേപകരും പി റേഷ്യോയ്ക്ക് പകരം PG റേഷ്യോ എടുക്കുന്നത്. അതായത് P to ഗ്രോത്ത് റേഷ്യോ, അതായത് പ്രൈസ് ഏർണിങ്സ് റേഷ്യോ ഡിവൈഡഡ് ബൈ ഫോർകാസ്റ്റഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ഗ്രോത്ത്, മുൻപിലേക്ക് എന്തുമാത്രം ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എസ്റ്റിമേഷൻ. അപ്പോൾ പി റേഷ്യോ പോലെ തന്നെ എത്രത്തോളം ചെറുതായിരിക്കുന്നോ അത്രത്തോളം ഈ കമ്പനി മുമ്പിലേക്ക് വളരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണയായി PG റേഷ്യോ കണക്കാക്കാറ് 1 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്ന രീതിയിലാണ്. പല സ്ക്രീനർ സോഫ്റ്റ്വെയറിൻ്റെ അകത്തും PG റേഷ്യോസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പലരും അത് അവഗണിക്കപ്പെടാറാണ് പതിവ്. PG റേഷ്യോ നമ്മളൊരു ട്രെയിലിംഗ് റേഷ്യോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ P ഡിവൈഡഡ് ബൈ EPS ഗ്രോത്ത് മാത്രം എടുത്താൽ മതി, ആ ഒരു വാല്യൂ കിട്ടും. നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷേ ഒരു പൊതു അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ PE മാത്രം എടുക്കുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡെപ്സിനെ കുറിച്ചൊന്നും കടബാധ്യതകളെക്കുറിച്ചൊന്നും അത് കാര്യമായിട്ടുള്ള ഒരു ഇംപ്രഷൻ തരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PE പലപ്പോഴും നന്നാകാറുണ്ട്, ഏർണിങ്സ് പലപ്പോഴും നന്നാകാറുണ്ട്, വലിയൊരു കടബാധ്യത കമ്പനിക്ക് ഉണ്ടെങ്കിൽ പോലും കടബാധ്യതകളുടെ ചിലവിലായിരിക്കാം കമ്പനിയുടെ ഏർണിങ്സ് മെച്ചപ്പെട്ടിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾ PE മാത്രം നോക്കി പോകുന്നതിന് പകരം PEGയും അതേപോലെ തന്നെ എൻ്റർപ്രൈസ് വാല്യൂ EV, എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും നെറ്റ് ഡെപ്സും കൂടി കൂടിയിട്ടുള്ള ഒരു വാല്യൂ ആണ് എൻ്റർപ്രൈസ് വാല്യൂ. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി നിങ്ങൾ ഏതെങ്കിലും സ്ക്രീനർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, PE മാത്രം കണക്കിലെടുത്ത് ഒരു നിക്ഷേപ തീരുമാനത്തിലേക്ക് എത്തിപ്പെടാതിരിക്കുക.
അപ്പോൾ പിയും അതിൻ്റെ പരിമിതികളെക്കുറിച്ചുമുള്ള ഒരു ഏകദേശ അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. ഇത് പ്രധാനമായും ഈ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പി മാത്രം അടിസ്ഥാനമാക്കി കുറേ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും സ്റ്റോക്കുകളും ഫിൽട്ടർ ചെയ്ത് എടുത്ത് അതിൽ നിക്ഷേപം നടത്തുന്നതായി കണ്ടു. അപ്പോൾ അതൊരു വളരെ ട്രിക്കി ബിസിനസ്സാണ്. ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു പൊതുവായി മൊത്തത്തിലുള്ള ഒരു അറിവില്ലാതെ ഏതെങ്കിലും ഒരു 1 or 2 പൊതുവായിട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചില റേഷ്യോസ് മാത്രം എടുത്ത് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കരുത്. ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.